നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. CPIM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്തിൽ നടക്കുന്ന വികസന ജാഥ പഴമ്പിളിയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര റേഞ്ചിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചന്ദനം മുറിച്ച് കടത്തിയ കേസിലെ സംഘാംഗം പിടിയിൽ. ഒരു കിലോ കഞ്ചാവുമായി കൊല്ലം സ്വദേശി ചാലക്കുടിയിൽ പിടി. യുവ മാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂർ അനുസ്മരണവും മാധ്യമ സെമിനാറും ഓഗസ്റ്റ് 22 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമൂഹത്തിന് ഉദാത്ത മാതൃകയായി ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളുടെ സഹജീവി സ്നേഹം. വാർത്തകൾ വിശദമായി. CPIM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്തിൽ നടക്കുന്ന വികസന ജാഥ പഴമ്പിളിയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ PR പ്രസാദിന് പതാക കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം CM ബബീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, ടെസ്സി ഫ്രാൻസിസ്, ദിവ്യ ഷാജു, VL ജോണി, ചിഞ്ചു പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ജാഥയുടെ രണ്ടാം ദിവസം കാവുന്തറയിൽ നിന്നും ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം നാടുകുന്നിൽ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ PR പ്രസാദൻ, നേതാക്കളായ അമ്പിളി സോമൻ, KC ജെയിംസ്, CM ബബീഷ്, KG രജീഷ്, MK ജോർജ്, അൻവർ സാദിഖ്, KD അപ്പച്ചൻ, KN ശിവരാമൻ എന്നിവർ സംസാരിച്ചു. ആശുപത്രികൾ പാക്കേജ് പ്രഖ്യാപിച്ചത് കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രികളിലേക്കുള്ള ആളുകളുടെ പ്രവാഹത്തെ തടയാൻ കേരളത്തിലെ സാധ്യമായി. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരനുമായ മനുഷ്യൻ പോയെത്തുന്നത് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിലാണ്. നിങ്ങൾക്കറിയാമോ, വമ്പിളിയുടെ നേതൃത്വത്തിലുള്ള കൊടകര പഞ്ചായത്തിന്റെ ഭരണസമിതി കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ കൊടകര സർക്കാർ പഞ്ചായത്ത് ആശുപത്രിയിലേക്ക്, അലോപ്പതി ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങാൻ മാത്രമായി. വെള്ളിക്കുളങ്ങര റേഞ്ചിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചന്ദനം മുറിച്ചു കടത്തിയ കേസിലെ സംഘാംഗം പിടിയിൽ. കൊടുങ്ങ മഞ്ഞപ്പള്ളി വീട്ടിൽ രാജൻ മകൻ 28 വയസ്സുള്ള വിഷ്ണുവാണ് പിടിയിലായതായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ് അറിയിച്ചു. ഇഞ്ചക്കുണ്ട് ഭാഗത്തുനിന്നും ചന്ദനം മുറിക്കുന്ന സമയത്ത് നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടാൻ ഒരുങ്ങുമ്പോൾ മൂവർ സംഘം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ ചന്ദനം മുറിച്ചു കടത്തിയ കേസിലെ പ്രതികളിൽ ഒരാളായ വിഷ്ണുവിനെ വനം വകുപ്പ് ജീവനക്കാർ പിടികൂടി. മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PA അനൂപിന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ MA രാഗേഷ്, KS ദീപു, MC ഷനിത, KJ ജിൻഷ, ഡ്രൈവർ TK അഭിലാഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. റേഞ്ച് പരിധിയിൽ നിന്നും ചന്ദനം മുറിച്ചു കടത്തിയ 6 വിവിധ കേസുകളിൽ പ്രതിയായ വിഷ്ണുവിനെയാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ സാഹസികമായി പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്തതിനു ശേഷം ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 2 കുപ്രസിദ്ധ കുറ്റവാളികളായ 17 വിവിധ ചന്ദനക്കടത്ത് കേസിൽ പ്രതിയായ വെള്ളിക്കുളങ്ങര മാവിൻ ചുവട് ഭാഗത്ത് പുതുശ്ശേരി വീട്ടിൽ ജോയി എന്ന വീരപ്പൻ ജോയ്, 14 ചന്ദനക്കടത്ത് കേസിലെ പ്രതിയായ എറണാകുളം ഗോതുരുത്ത് ദേശത്ത് വാടപ്പുറത്ത് മനു എന്നിവരും ഇവരെക്കുറിച്ചുള്ള നിർണായക തെളിവുകളും മറ്റു വിവരങ്ങളും പ്രതിയായ വിഷ്ണുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭ്യമായിട്ടുണ്ടെന്നും ഈ പ്രതികൾക്ക് അന്യസംസ്ഥാന ചന്ദനക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോയെന്നും അന്വേഷിച്ചു വരികയാണെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ഈ കേസിലെ മറ്റു പ്രതികളായ വീരപ്പൻ ജോയി, മനു എന്നിവരെ ഉടൻ അറസ്റ്റ് ചെയ്യുന്നതിനായി ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. അന്തരിച്ച യുവ മാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂർ അനുസ്മരണവും മാധ്യമ സെമിനാറും ഓഗസ്റ്റ് 22 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ചാലക്കുടി പ്രസ് ഫോറത്തിൽ പുഷ്പാർച്ചന, തുടർന്ന് മേലൂർ നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന മധു സ്മൃതി അനുസ്മരണം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്യും. പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിക്കും. റേഡിയോ ജോക്കി ആൻഡ് ലൈഫ് കോച്ച്
TR ശരത്ത് സെമിനാർ നയിക്കും. നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഷാജു ഔസേപ്പ് സന്ദേശം നൽകും. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, വാർഡ് അംഗം ബിപിൻ രാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ്, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, ട്രഷറർ റോസ്മോൾ ഡോണി എന്നിവർ അറിയിച്ചു. ചാലക്കുടി പ്രസ് ഫോറം എല്ലാ വർഷവും നടത്തി വരാറുള്ള മധു സമ്പാളൂർ അനുസ്മരണവും അതിനോടനുബന്ധിച്ച് നടത്തുന്ന മാധ്യമ സെമിനാറും നാളെയാണ് നടക്കാനിരിക്കുന്നത്. അകാലത്തിൽ നമ്മെ വിട്ടു പിരിഞ്ഞ നമ്മളിൽ ഒരാളായിരുന്ന ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്ന മധു സമ്പാളൂർ, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ശൈലി കൊണ്ടും പത്രപ്രവർത്തന രീതിയിലെ വേറിട്ട വ്യക്തിത്വം കൊണ്ടും ഒരുപാട് ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയായിരുന്നു. നമ്മെ വിട്ടു പിരിഞ്ഞു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും അദ്ദേഹം നമ്മെ വിട്ടുപോയ ആ മരിച്ച ദിനത്തിലാണ് നമ്മളിവിടെ ഓർമ്മപ്പൂക്കൾ പോലെ മധു സ്മൃതി എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ മധു സ്മൃതി അനുസ്മരണ പരിപാടി നടക്കുന്നത് നാളെയാണ്. ചാലക്കുടി പ്രസ് ഫോറത്തിൽ രാവിലെ പുഷ്പാർച്ചനയും തുടർന്ന് മേലൂർ നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചിട്ടാണ് മാധ്യമ സെമിനാർ നടക്കുന്നത്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ആണ്. ഉദ്ഘാടനത്തിന് ശേഷം കോളേജ് പ്രിൻസിപ്പളായ ഷാജു ഔസേപ്പാണ് സന്ദേശം നൽകുന്നത്. 1 കിലോ കഞ്ചാവുമായി കൊല്ലം സ്വദേശി ചാലക്കുടിയിൽ പിടിയിൽ. 1 കിലോ കഞ്ചാവുമായി കൊല്ലം സ്വദേശി ചാലക്കുടിയിൽ പിടിയിൽ. ചാലക്കുടി മുഞ്ഞേരിയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന 1 കിലോ കഞ്ചാവുമായി കൊല്ലം മാങ്കോട് സ്വദേശി പ്രസന്നൻ എന്നയാളെ ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹരീഷ് CUവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ഇയാൾ നിലവിൽ 6 മാസത്തോളമായി വെള്ളഞ്ചിറയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. പിടിയിലായ പ്രസന്നൻ സ്ഥിരമായി ഒരു സ്ഥലത്തും താമസിക്കാതെ കഞ്ചാവ് കച്ചവടം നടത്തി വരികയായിരുന്നു. മുൻപ് ചിറങ്ങരയിലും കൊരട്ടയിലും വാടകയ്ക്ക് താമസിച്ചിരുന്നു. കഞ്ചാവ് ഉപയോഗം സംബന്ധിച്ച് ഇയാൾക്ക് നേരത്തെ കേസുണ്ടായിരുന്നു. ഇയാൾക്ക് കഞ്ചാവ് കൈമാറിയ ഒല്ലൂർ സ്വദേശി അനൂപ് എന്നയാളെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചു. കേസെടുത്ത സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജി PP, അനിൽകുമാർ KM, ജെയ്സൺ ജോർജ് CEOമാരായ രാകേഷ്, ജെയിൻ മാത്യു, WCEO കാര്യ KS എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയെ ചാലക്കുടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. രാജ് ഗോൾഡ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃപ്രയാർ ഷോറൂമിന് ശേഷം കൊടകരയിൽ ആരംഭിച്ച രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര നടി നമിത പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് കൊടകരയിൽ വരാൻ സാധിച്ചതും എല്ലാവരും കാണാൻ സാധിച്ചതും. ഈ ഭാഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചൂടുള്ള സമയത്തും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചു. ഏകദേശം എനിക്കൊരു 45 വർഷത്തോളം മാനുഫാക്ചറിങ് ആൻഡ് ഹോൾസെയിൽ വലിയ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് രാജ് ഗ്രൂപ്പിൻ്റെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ രണ്ടാമത്തെ ഷോറൂമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. തൃപ്രയാറുമുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതൊക്കെ എന്തൊക്കെയാണ് കളക്ഷൻസ് എന്ന് കാണാൻ. അതുപോലെ ഒരുപാട് നല്ല ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറീസിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള കളക്ഷൻസാണ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിട്ടുള്ളത്. KR ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൊടകര എല്ലാം സ്വാഗതം ചെയ്യുന്നു. ഇനി AK സാബു, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, തൃശ്ശൂർ ജില്ലാ മാനുഫാക്ചറിംഗ് അസോസിയേഷൻ കേരള, സ്വാഗതം ചെയ്യുന്നു. വിലാസിനി ചെമ്പാറ, വിജയൻ ചെമ്പാറ, ഉണ്ണികൃഷ്ണൻ ചെമ്പാറ, ശശി പോട്ടയിൽ, ഉഷ പോട്ടയിൽ, സാഗർ പോട്ടയിൽ, ജിന്മ പോട്ടയിൽ, ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ രാജൻ ചെമ്പാറ, ജലജ രാജൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. KR ഗ്രൂപ്പ് ചെയർമാൻ KR ദിനേശൻ, അനൂപ് ദിനേശൻ എന്നിവർക്ക് നൽകി ജലജ രാജൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, KR ഗ്രൂപ്പ് MD KR ദിനേശൻ, കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ചെറിയത്ത്, കേരള ജ്വല്ലറി മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് AK സാബു, കൊടകര മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ജോസഫ്, BJP ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് എന്നിവർ ആശംസ നേർന്നു. ചെയർമാൻ രാജൻ ചെമ്പാറ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടയിൽ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന പരിപാടികൾക്ക് PRO ഉബൈദു, സീനിയർ ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം എന്നിവർ നേതൃത്വം നൽകി. ഗുണനിലവാരമുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കളക്ഷനാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്.
ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണ നിർമ്മാതാക്കളിൽ നിന്ന് ഹോൾസെയിൽ റേറ്റിൽ സ്വർണം നൽകുന്ന ഇഷാരയിൽ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 30 വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ ചെയിൻ സമ്മാനമായി നൽകും. ഈ കാലയളവിൽ കൊടകര, തൃപ്പയാർ ഷോറൂമുകളിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന ഒരു ഭാഗ്യശാലിക്ക് മലേഷ്യൻ കപ്പിൾ ട്രിപ്പാണ് സമ്മാനം. സമൂഹത്തിന് ഉദാത്ത മാതൃകയായി ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളുടെ സഹജീവി സ്നേഹം. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹോദരങ്ങളായ 2 സഹപാഠികളുടെ വീട്ടിൽ വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് വൈദ്യുതി വിച്ഛേദിക്കുകയും സഹപാഠികളുടെ പഠനകാര്യങ്ങൾ വളരെ മുടങ്ങിയ സാഹചര്യത്തിൽ SPCയുടെ നേതൃത്വത്തിൽ ബില്ലടച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. CPC ഫ്രണ്ട് അറ്റ് ഹോം പദ്ധതിയുടെ ഭാഗമായി ആഗസ്റ്റ് 30, 31, സെപ്റ്റംബർ 1 തീയതികളിൽ സ്കൂളിൽ വെച്ച് നടക്കുവാൻ പോകുന്ന SPC ക്യാമ്പിൽ കേഡറ്റുകൾ ആദ്യ ദിവസത്തെ പ്രഭാത ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ച് അതിന് ചെലവ് വരുന്ന തുക കൊണ്ട് തങ്ങളുടെ സഹപാഠികളുടെ വീട്ടിലെ വൈദ്യുതി ബില്ലടച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. കലാ സാംസ്കാരിക സംഘടനയായ ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദിയുടെയും മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെയും ആശയങ്ങളുടെ പ്രചരണാർത്ഥം തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രീസ് ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടെ ഡോക്ടർ B. ലൂവിസ് രചിച്ച ഭൂപ്രകൃതിയും പ്രണയവും എന്ന 101 കവിതകളുടെ സമാഹാരം ചാലക്കുടി നഗരസഭാ ലൈബ്രറിക്ക് വേണ്ടി ലൈബ്രറിയൻ സിബി ബൈജു ഏറ്റുവാങ്ങി. ചടങ്ങിൽ കേരള സർക്കാരിൻ്റെ കാരുണ്യ ലോട്ടറിയുടെ മുഖചിത്രം ഡിസൈൻ ചെയ്ത ചിത്രകാരൻ സുരേഷ് മുട്ടത്തിയെ ആദരിച്ചു. നടുമുറ്റം സാംസ്കാരിക വേദി പ്രസിഡന്റ് TP രാജൻ, ചെയർമാൻ വിൽസൺ മേച്ചേരി, സെക്രട്ടറി TJ ആസാദ്, സിജോ ജോസ്, നീതു എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9230 രൂപ, പവന് 73,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്തിൽ നടക്കുന്ന വികസന ജാഥ പഴമ്പിളിയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം T. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര റേഞ്ചിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചന്ദനം മുറിച്ച് കടത്തിയ കേസിലെ സംഘാംഗം പിടിയിൽ. ഒരു കിലോ കഞ്ചാവുമായി കൊല്ലം സ്വദേശി ചാലക്കുടിയിൽ പിടി. യുവ മാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂർ അനുസ്മരണവും മാധ്യമ സെമിനാറും ഓഗസ്റ്റ് 22 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
സമൂഹത്തിന് ഉദാത്ത മാതൃകയായി ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളുടെ സഹജീവി സ്നേഹം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.